വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് ശ്രീ ആര്യഭവന്റെ മുന്നിലാട്ടോ. നമ്മൾ മലയാളികൾക്ക് മനസ്സും വയറും നിറഞ്ഞ് ഭക്ഷണം കഴിക്കണമെങ്കിൽ കേരളം വിട്ടാൽ പിന്നെ തമിഴ്നാടേ ഉള്ളൂ. അവിടുന്ന് ഒരു ദോശ ഇഡ്ഡലിയും കഴിച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് കഴിക്കുന്ന ഒരു സമാധാനം കിട്ടുകയും ചെയ്യും അല്ലേ? വേറെ ഒരു സംസ്ഥാനത്ത് എനിക്ക് തോന്നുന്നില്ല ഇത്രയൊരു തൃപ്തി കിട്ടുമെന്ന്. അത് തമിഴ്നാട് തന്നെ കേട്ടോ. അപ്പൊ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് ഇവിടെ വന്നത്. സൂര്യൻ ഉദിച്ച് നിൽക്കുക. 8 മണിയൊന്നും ആയിട്ടില്ല, നല്ല വെയിൽ വന്നിട്ടുണ്ട്. അപ്പൊ മിനി ടിഫിൻ എന്നൊക്കെ പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായാലും ഒന്ന് വാങ്ങാന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരിതേ വാഴയിലയാണ് കൊണ്ടിട്ടേക്കുന്നത്. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ കാണിച്ചല്ലോ ഒരു സദ്യ, അതും വാഴയിലയായിരുന്നല്ലോ. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ വാഴയില തന്നെയാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അവരുടെ കിച്ചണാട്ടോ. നമ്മുടെ നാട്ടിലെ കുടുംബശ്രീ യൂണിറ്റ് പോലെ ചേച്ചിമാരാണ് ഇവിടെ നടത്തുന്നത്. പറയാതിരിക്കാൻ വയ്യ, നല്ല വൃത്തിയാണ്. അവർ തന്നെ എന്ത് ഭംഗിയായിട്ടാണ് നിൽക്കുന്നതെന്ന് അറിയാമോ? അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനൊരു എനർജി തോന്നും. അപ്പോൾ തിരക്കൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ഇളം ചൂടുള്ള വെള്ളവും കുറേ സ്റ്റീൽ ഗ്ലാസ്സുകളും ഒക്കെ ഇങ്ങനെ കമഴ്ത്തി വെച്ചേക്കുന്നു. പിന്നെ ഒരു സൈഡിൽ ചട്നിയുണ്ട്, ഞാൻ വയ്യ കാണിച്ചു തരാം. മിനി ടിഫിൻ ആദ്യം കാണിച്ചു തരാം. ആ കട്ടോരിയിൽ കൊണ്ടുവച്ചേക്കുന്ന പൊങ്കലാട്ടോ. പൊങ്കൽ എന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, നമ്മുടെ ചെറുപയർ പരിപ്പും അരിയും നെയ്ക്കാത്തിട്ട് റെഡിയാക്കി എടുക്കുന്ന സംഭവം. അത് നല്ല ടേസ്റ്റ്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് തമിഴ്നാട്ടിലെ പൊങ്കൽ. പിന്നെ ഗുലാബ് ജാമുൻ, കേസരി ആയിരുന്നു ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തത്, പക്ഷെ ഗുലാബ് ജാമുൻ ആയിരുന്നു. പിന്നെ സാമ്പാർ, ചട്നി എക്സ്ട്രാ സെപ്പറേറ്റ് ഇതേ വെച്ചേക്കുന്നത് കണ്ടോ, നമ്മുടെ വെള്ള ചട്നി, തേങ്ങാ ചട്നി, വറുത്തൊക്കെ ഇട്ടിട്ടുള്ള ചട്നിയാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കാര ചട്നി ഉണ്ടല്ലോ, തക്കാളി ചട്നി. ഞാൻ നമ്മുടെ വിറ്റാമിൻ ദോശ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കാണിക്കുന്ന ചട്നിയാണ് ഈ തക്കാളി ചട്നി. അപ്പോൾ അതേ പൊങ്കൽ കൂടെ ഗുലാബ് ജാമുൻ, ഇഡ്ഡലി, ദോശ എന്ന് വെച്ചാൽ ഗീ റോസ്റ്റ് പോലെ കേട്ടോ. നമ്മുടെ പൂരി ഉള്ളത് കൊണ്ട് അതിൻ്റെ കൂടെ മസാല വെച്ചിട്ടുണ്ട്, പൂരി മസാല. അതുകൊണ്ട് മസാല ദോശ അല്ലായിരുന്നു. അപ്പോൾ ഗീ റോസ്റ്റ് പോലത്തെ ഒരു ദോശ, പിന്നെ പഞ്ഞി പോലത്തെ ഉഴുന്നുവട. ഓരോന്നോരോന്നായിട്ട് അവർ കൊണ്ടുവന്ന് ഇട്ടുകൊണ്ടിരിക്കുവാണ്. ഇനി പൂരിയും കൂടെ വന്നാൽ മതി. ആ സമയം കൊണ്ട് പൊള്ളിച്ചൊരു പൂരിയും വന്നിട്ടുണ്ട്. ഇതായിരുന്നു മിനി ബ്രേക്ക്ഫാസ്റ്റ്. ഇതാ നമുക്ക് വിളമ്പി തരുന്ന ചേച്ചി കേട്ടോ. ഞാൻ പൊങ്കലാണ് വാങ്ങിയത്. കാരണം വെച്ചാൽ എൻ്റെ വാ മുഴുവൻ പൊട്ടിയിരിക്കുക. അപ്പോൾ എനിക്ക് എരിവൊന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ആ കൂടെ വെച്ചാൽ സാമ്പാർ പോലെ എരിവുണ്ടായിരുന്നെങ്കിലും എനിക്ക് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. എന്തായാലും പൊങ്കൽ അതുകൊണ്ടാണ് വാങ്ങിച്ചത്. എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഞാനും രാക്കയും അങ്കുവും പിന്നെ ഞങ്ങളുടെ അനിയൻ കുക്കുവും ഉണ്ടായിരുന്നു. അവൻ ബാംഗ്ലൂരിലോട്ട് ജോലിക്ക് പോകുന്ന വഴി ബൈക്കിൽ ഞങ്ങളെ ഫോളോ ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ രാക്കയും കുക്കുവും നമ്മുടെ പൂരി മസാലയാണ് വാങ്ങിച്ചത്. അതിൻ്റെ കൂടെ ചേച്ചി ഇതേ ചട്നിയും കൂടെ ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. രാക്കയെ പിന്നെ ഒരു ചായ ഓർഡർ ചെയ്തു. കുക്കു ആണെങ്കിൽ ഒരു ഫിൽറ്റർ കോഫിയാണ് ഓർഡർ ചെയ്ത്. ഞാൻ ചായ ഓർഡർ ചെയ്ത്. ഞാൻ ചായ ലവർ ആണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, എൻ്റെ എല്ലാ വ്ളോഗുകളിലും ചായ കാണിക്കാതിരിക്കത്തില്ല. അപ്പോൾ അതേ പൂരിയുടെ കൂടെയുള്ള മസാലയും ചട്നിയും കാര്യങ്ങളും ഒക്കെ നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മുടെ നാട്ടിൽ നിന്ന് കഴിക്കുന്ന പോലെ തന്നെ നമുക്ക് ഒരു വ്യത്യാസവും തോന്നാത്ത അത്ര ടേസ്റ്റി ഫുഡ് തന്നെയാണ്. എനിക്കൊന്നത് തമിഴ്നാട്ടിൽ മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ. കേരളവും തമിഴ്നാടും വിട്ടാൽ കഴിഞ്ഞാൽ പിന്നെ സാമ്പാർ പോലും വേറൊരു ടേസ്റ്റാണ്. അത് എനിക്ക് മാത്രമാണ് ഫീൽ ചെയ്യുന്നത്, എനിക്കറിയത്തില്ല, എനിക്കങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വാ മുഴുവൻ പൊട്ടിയിരിക്കുന്നതുകൊണ്ട് ഞാൻ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴിച്ചു വെച്ച് ഓരോ സിപ്പ് ചെയ്യും ഭക്ഷണം കഴിക്കും. അങ്ങനെ ഒരു അവസ്ഥയാണ്. നല്ല രീതിയിൽ ക്ലൈമറ്റിൻ്റെ ചേഞ്ചൊക്കെ ആയിരിക്കണം. ടേസ്റ്റൊക്കെ അറിയുന്നുണ്ട്, പക്ഷേ എരിവ് എനിക്ക് ഒട്ടും പറ്റാത്തൊരവസ്ഥയായിരുന്നു അത്. അപ്പോൾ അതേ ഞങ്ങൾ 4 പേരും കൂടെ കഴിച്ചതിന് വെറും 329 രൂപ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത്ര വൃത്തിയിൽ ഇത്ര ചീപ്പായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നതിന് ശ്രീ ആര്യഭവൻ ഒത്തിരി താങ്ക് യു. ഇത് സേലത്ത് ഓമല്ലൂരുള്ള ശ്രീ ആര്യഭവനാണ്. അപ്പോൾ ഈ വഴി പോകുന്നവരൊക്കെ ശരിക്കും നമ്മൾ ഇങ്ങനെ തമിഴ്നാട്ടിലോട്ട് പോകുന്ന ഹൈവേയിൽ തന്നെയാണ്, കാണാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. പോകുന്നവർക്ക് സുഖമായിട്ട് വിശ്വസിച്ച് വാങ്ങി കഴിക്കാം. അപ്പോൾ അതേ കുക്കു അവൻ്റെ ജോലി സ്ഥലമായ ബാംഗ്ലൂരോട്ട് ബൈക്കിൽ പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്നു. ഞങ്ങളുടെ വണ്ടിയിൽ ഹരിയാനയിലോട്ടുള്ള യാത്രയിലേക്കും നാട്ടിൽ വന്ന വിശേഷവും തിരിച്ചെത്തിയ വിശേഷവും യാത്രാവിശേഷങ്ങളും എല്ലാം നമ്മുടെ വ്ളോഗിൽ മെല്ലെ മെല്ലെ ഞാൻ ഇടുന്നതായിരിക്കും. സേലം വഴി പോകുന്നവരുണ്ടെങ്കിൽ ഈ ആര്യഭവനൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കും. ഇതൊരിക്കലും ഒരു പ്രൊമോഷൻ്റെ കാര്യമൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.